നമസ്കാരം. നമസ്കാരം. പുതിയ ആളാണല്ലേ? അതെ. നമ്മളാരെ മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി. ഗിന്നസ് ബുക്കിന്റെ ആളല്ലേ? അതെ 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 അതെ. സാറേ, സാറിന്റെ ആ ഗിന്നസ് ബുക്ക് ഒന്ന് കാണിച്ചു തരുമോ സാറേ? എന്റെ ഗിന്നസ് ബുക്കാ? കളിയാക്കല്ലേ സാറേ, ആദ്യമായിട്ടാ ഞാനൊരു ഗിന്നസ് ബുക്കിന്റെ ഓണറെ പരിചയപ്പെടുന്നത്. എവിടെയാ സാറേ ആ ഗിന്നസ് ബുക്ക് ഇരിക്കുന്നത്? എന്റെ പോക്കറ്റിൽ. ആ, പോക്കറ്റിലാണല്ലേ? ഇപ്പൊ തന്നേക്കാം. ഞാൻ നോക്കി തന്നേക്കാം. ഒന്ന് എടുക്കില്ലേ? അയ്യോ, ഇപ്പൊ തരാം. കാണുന്നില്ലല്ലോ. അതിനകത്ത് ഗിന്നസ് ബുക്കില്ല. അപ്പൊ ഗിന്നസ് ബുക്ക് ഇല്ലേ? ഇല്ലെന്ന് മനസ്സിലായില്ലേ? എടാ ഈ കേട്ടോന്ന് ഗിന്നസ് ബുക്ക് അല്ലെന്ന് തെണ്ടി. വൃത്തികേട്. തനിക്ക് ഇതെല്ലാം റൂമിന്റെ അകത്ത് വന്ന് തയ്ച്ചാ പോരെ? ഇങ്ങനെയുണ്ട് ഒരു ഒടുക്കത്തെ ചികിത്സ. അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഇത് കണ്ടല്ലേ, ഒരു ഭ്രാന്തം ചെയ്ത പണിയാണ്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറയണോ? ഈ ഡോക്ടറാണ് വെറും മണ്ടന. അല്ലെങ്കിൽ ഇത്രയും വയലന്റ് ആയിട്ടുള്ള രോഗികളെ സെല്ലിൽ തളച്ചു പൂട്ടാൻ ഇങ്ങനെ കയറൂല അഴിച്ചു വിടുവോ? എടോ, തനിക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇത് അദ്ദേഹത്തിന്റെ പുതിയ ട്രീറ്റ്മെന്റ് രീതിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ ഈ രീതി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടില്ല. കാരണം തന്നെ പോലൊരു ജൂനിയർക്ക് ഇവർക്ക് രോഗികളെയും ഡോക്ടറെയും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അപാര ബുദ്ധിയും തന്നെക്കാൾ സീനിയറും ഒരു സൈക്കാട്രിസ്റ്റുമായി എനിക്കതിന് കഴിയും. ജൂനിയർ സീനിയർ കഴിവൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അദ്ദേഹം തെളിയിക്കും. തെളിയിക്കാൻ നടന്ന് തന്നെ ഏതെങ്കിലും ഭ്രാന്തന്മാരി തെളിവില്ലാതെ കൊല്ലും. ബി കെയർഫുൾ. എല്ലാം കഴിയുമ്പോ നമ്മുടെ ഗൗരി ഡോക്ടർക്ക് ഭ്രാന്താവോന്നാ എന്റെ പേടി. ഡോക്ടർക്ക് മാത്രമല്ല, നമുക്കും ആ ഗതി വരില്ലെന്ന് ആരാ കണ്ടേ? ഞാനാ കണ്ടത്. അതെ, ആ തമ്പുരാന്റെ മുറിയിൽ ടി വി വർക്ക് ചെയ്യുന്നില്ലെന്ന്. ആദ്യം അതൊന്ന് പോയി ട്യൂൺ ചെയ്ത് കൊടുത്തേ. ആ ചെല്ലിയല്ലേ, വേഗം. ഞാത്തോല്ല ഉണ്ടാന്ന് നോക്കട്ടെ. നോക്കട്ടെ. പനി ഉണ്ടാന്ന് പനി പനി ഉണ്ടാന്ന് നോക്കട്ടെ. എടാ അവിടെ നിൽക്കാൻ. ഏയ് പട്ടന്മാരെ പറഞ്ഞ കേൾക്കാൻ. വളരെ കഷ്ടപ്പാടാണല്ലേ. ഐ ആം ഡോക്ടർ സാറ്റപ്പൻ ഫ്രം ന്യൂഡൽഹി. ഐ ആം ഗോപാലൻ ഫ്രം ഇവിടെ തന്നെ. ഡോക്ടറാണ്, രസികനാണല്ലോ. ഗൗരി ഡോക്ടർ ജൂനിയർ ആണല്ലേ? ആര്? ഡോക്ടർ ഗോപാലൻ. അതെ. നിങ്ങൾ എത്ര പേരാ? 7 ആണും 7 പെണ്ണും. 7 ആണും 7 പെണ്ണും? അതേന്നേ, ഞങ്ങൾ മൊത്തം 14 മക്കളാ. 14 മക്കളാ? അതെ, അച്ഛനെന്താ ജോലി? ഇതൊക്കെ തന്നെ ജോലി. തമാശ തമാശ. ഡോക്ടറെ, ഞാൻ ചോദിച്ചത് ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ടെന്നാ? കുറെ പേരുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞിട്ട്. ഇപ്പൊ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ 2 പേര് മതിയോ ഇത്രയും പേരെ കൺട്രോൾ ചെയ്യാൻ? ഇത്രയും പേരെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങൾ ഷോക്ക് കൊടുക്കാറുണ്ടോ? ഷോക്ക് കിട്ടാറുണ്ട്. ഈ ഹീറ്റർ ഓൺ ചെയ്തിട്ട് കറണ്ട് എന്താന്ന് കൈയിട്ട് നോക്കിയപ്പ, പിന്നെ ഈ ബൾബ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഭ്രാന്താവുന്ന തോന്നണേ. ഇക്കിളിയാവണം അവിടെ. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ദേ, നീ കാണിച്ചോല്ല, എന്നെ കാണിച്ചാ മതി.
എന്തായി? എന്റെ ഹൃദയത്തിന്റെ ഇടി കേൾക്കാമോ? പിന്നെ കഥനാവടി പൊട്ടുന്ന ശബ്ദം. മരുന്ന് ഞാൻ പിന്നെ കുറിച്ച് തരാം. എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട് ഗോപാല? ഏയ്, എന്നാലും ആ ഇടിയുടെ ശബ്ദത്തിന് കൂടുതലാണോ എന്നൊരു സംശയം. അത് സാരമില്ല, സൗണ്ട് കുറച്ചു തരുന്നേരം ഞാൻ ഏറ്റു. അങ്ങനെ നീ ഡോക്ടറായി. ശ്രമിച്ചാ നിനക്കും ആകാം. ഈ പഠിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട പരിപാടിയാ, അതെന്നെ കൊണ്ട് പറ്റില്ല. ഹൈ, പഠിക്കണമെന്ന് ആര് പറഞ്ഞേ? ദേ ഇതുപോലത്തെ ഒരെണ്ണം സംഘടിപ്പിക്കുക, പരിശോധന തുടങ്ങുക. അതിനിപ്പോ എന്താ ചെയ്യാ? ആ, ഒരു സിറിഞ്ചായാലോ? മതി, അതാവുമ്പോ കുത്തിക്കുട്ടി നടക്കാം. എങ്കിൽ പിന്നെ ഒട്ടും വൈകണില്ല, ഒരു സിറിഞ്ച് സംഘടിപ്പിച്ചിരുന്ന കാര്യം. അപ്പൊ അവനും ഡോക്ടറായി. ഇത് കേട്. സാറേ, സോറി ചേട്ടാ, ഗോപാലിനെ കണ്ടോ? ആര്? ഡോക്ടർ ഗോപാലനോ? ആ, അതന്നെ. ആ, ഇപ്പൊ എന്നോട് സംസാരിച്ച് കുറെ ചിരിപ്പിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയോളൂ. എന്താ ഗോപാലൻ അന്വേഷിക്കുന്നത്? അപ്പൊ ഗോപാലിനോട് സിറിഞ്ച് കിട്ടിയെന്ന് പറയാനായിരുന്നു. ആ, നിങ്ങളും ഡോക്ടറാണോ? അതെ. എന്താ പേര്? രാമകൃഷ്ണൻ. ആ, ഹലോ ഡോക്ടർ രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ. നോ ഡോക്ടർ സാറ്റപ്പൻ ഫ്രം ഡൽഹി. ഓ, അപ്പൊ ഫുൾ സെറ്റപ്പ് ആണല്ലേ? അയ്യ, രാമകൃഷ്ണൻ കമ്മിങ് ഫ്രം ഇവർ തന്നെ. അല്ല, കുറച്ചപ്പുറം മാറി. എനിക്ക് ചിരിച്ച് ചിരിച്ച് വയറുവേദന എടുക്കുന്നു. നല്ല വേദന എടുക്കണ്ടോ? വേദന ഉണ്ടോന്നോ? നിങ്ങൾ ഇങ്ങനെ ഗോപാലൻ രാമകൃഷ്ണന്മാര് മാറി മാറി ചിരിപ്പിച്ച പിന്നെ വയറല്ല, ശരീരം മുഴുവൻ വേദന എടുക്കും. വേദന ഞാൻ മാറ്റി തരാം. എന്താ ഡോക്ടർ പ്രശ്നം? ഒരു വയറുവേദന. ഈശ്വര. എന്താ ഡോക്ടർ? ഒന്നുമില്ല. അല്ല ഡോക്ടർ ഈശ്വരാന്ന് വിളിച്ചു. ഞാൻ വാച്ച്മാനെ വിളിച്ചതാ. ഈശ്വര വാര്യരുന്ന പേര്. രാമകൃഷ്ണ, നീ അപ്പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ പുറകെ വന്നു. വേണ്ട ഡോക്ടർ, ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോളാം. ഡോക്ടർ അപ്പുറത്തേക്ക് വന്നാൽ മതി. ഡോക്ടർ, നിങ്ങളെ കുറിച്ച് ഞാൻ IMAയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഇതൊരു പൊൻതൂവലല്ല, തങ്കത്തൂവലായിരിക്കും. ഏത്? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെട്ട അങ്ങൊരു 2 ജൂനിയേഴ്സ് ഇല്ലേ, ഡോക്ടർ ഗോപാലനും ഡോക്ടർ രാമകൃഷ്ണനും? ഡോക്ടർ രാമകൃഷ്ണൻ, ഡോക്ടർ ഗോപാൽ, അവരെ അറിയാം. മാറ്റും ഇന്റലിജന്റുമായ അവർ ഡോക്ടറുടെ മികച്ച ശിക്ഷണത്തിൽ ഭാവിയിലെ 2 വലിയ മനോരോഗ വിദഗ്ധരായി തീരുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്റെ വൈക്കത്തപ്പ. Let's keep it up. ഇനി ആ ധാരണ തിരുത്തല്ല, കുളവാക്കോ അമ്മാര്. ഏയ്, എന്റെ മക്കളല്ലേ. രാമകൃഷ്ണോ, ഞാനിവിടെ ഉണ്ട്. നമ്മൾ ഇനി നമ്മുടെ നിലയും വിലയും വിട്ട് പെരുമാറരുത്. അതെന്താ? മനസ്സിലായില്ലേ? ഇടം നമ്മളൊക്കെ ഇപ്പൊ ഡോക്ടറായി, അത് നീ മറന്നാ? മറക്കാനോ? ഓ, എന്നാൽ ഇത്ര പെട്ടെന്ന് ഒരു ഡോക്ടർ ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആത്മാർത്ഥമായിട്ടൊന്ന് പെരുമാറാൻ കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ആ തടിയൻ പിള്ളേരൊന്ന് പരിശോധിക്കാൻ നോക്കി, നടന്നില്ല. ഏതായാലും ഈ സൂചി കിട്ടിയ ഉടനെ ഞാനൊരു കുത്തിവെപ്പ് അങ്ങോട്ട് നടത്തി. ഈ സൂചി ഇല്ലാത്ത സിറിഞ്ചോട്ട് എങ്ങനെ കുത്തിയത്? കുത്തി വെക്കുമ്പോ സൂചി ഉണ്ടായിരുന്നു, കുത്തി വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോ സൂചി കാണാനില്ല. നീ ആരെ കുത്തിയത്? ആ തടിയൻ ലോപ്പോസേട്ടനെ. ആ, എന്നാ വാ, അയാളോട് പറഞ്ഞിട്ട് ആ സൂചിക്ക് തരാൻ പറയാം. അയ്യോ വേണ്ട, ഞാൻ കുത്തി വെച്ചത് അയാൾ അറിഞ്ഞിട്ടില്ല. മിണ്ടണ്ട.